ഹലോ സ്റ്റുഡൻസ്, +1 എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ഡിമാൻഡ്? വാട്ട് ഈസ് ഡിമാൻഡ്? നമുക്കറിയാം, ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വാങ്ങിക്കാൻ ആളുകൾ ക്യൂ നിൽക്കാറുണ്ട്. ഇത്രയും വില കൂടുതൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇത് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ ഇതിന് ഇത്രയും ഡിമാൻഡ് വരാൻ എന്താണ് കാരണം? നമുക്ക് നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിമാൻഡ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണം, മൊബൈൽ ഡാറ്റ വേണം, പുതിയ വസ്ത്രങ്ങൾ വേണം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്നോ സൊമാറ്റോയിൽ നിന്നോ ഫുഡ് ഓർഡർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷേ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ വെറുമൊരു ആഗ്രഹം അഥവാ ഡിസയർ മാത്രമുണ്ടായാൽ അത് ഡിമാൻഡ് ആകില്ല. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹവും അത് വാങ്ങാനുള്ള പണവും എബിലിറ്റി ടു പേ, ആ പണം ചിലവഴിക്കാനുള്ള മനസ്സും വില്ലിങ്നെസ് ടു പേ ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതിനെ ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിമാൻഡ് മീൻസ് ദ ഡിസയർ ടു ബൈ എ പ്രൊഡക്റ്റ് along with the ability and willingness to pay for it at a given price during a specific period of time. അതായത് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു വാണ്ട് പ്ലസ് എബിലിറ്റി ടു പേ പ്ലസ് വില്ലിങ്നെസ് ടു പേ. ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു ഐഫോൺ വാങ്ങാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ അത് ഡിമാൻഡ് ആകില്ല. അത് വെറും ഡിസയർ മാത്രമാണ്, ആഗ്രഹം മാത്രമാണ്. ഇനി നേരെ തിരിച്ച് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, പക്ഷേ എനിക്ക് വാങ്ങാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ അപ്പോഴും അത് ഡിമാൻഡ് ആകില്ല. അപ്പോൾ ആഗ്രഹവും വേടിക്കാനുള്ള ക്യാഷും അതുപോലെ തന്നെ വേടിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഡിമാൻഡ് ഉണ്ടാകുക. മറ്റൊരു പ്രധാന കാര്യം എക്കണോമിക്സിൽ എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് എപ്പോഴും വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വില മാറുമ്പോൾ സ്വാഭാവികമായും ഡിമാൻഡിൽ മാറ്റങ്ങൾ വരാം. അടുത്തത് എക്കണോമിക്സിലെ ഏറ്റവും ഫേമസ് ആയ നിയമമാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് വാക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. സെട്രിസ് പെരിബസ്. ഇതൊരു ലാറ്റിൻ വേർഡാണ് കേട്ടോ. ഇതിൻ്റെ സിമ്പിൾ മീനിങ് അതർ തിങ്സ് റിമൈനിങ് ഈക്വൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റൻ്റായി ഇരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ വരുമാനമോ താല്പര്യങ്ങളോ ഒന്നും മാറുന്നില്ല, പ്രൈസ് മാത്രം മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡിന് എന്ത് സംഭവിക്കും എന്നാണ് ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, ആൻഡ് വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. വളരെ സിമ്പിളാണ്. ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മളത് വേടിക്കൽ കുറയ്ക്കുന്നു, അപ്പോൾ അവിടെ ഡിമാൻഡ് കുറയും. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോഴോ നമ്മളത് കൂടുതൽ വേടിക്കുന്നു, അപ്പോൾ അവിടെ ഡിമാൻഡ് കൂടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ആമസോൺ ഓഫർ, ഫെസ്റ്റിവൽ, സെയിൽസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. അവിടെ വില പെട്ടെന്ന് കുറയും, അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് റോക്കറ്റ് പോലെ കൂടും. നേരെ തിരിച്ച് തക്കാളിക്കോ ഉള്ളിക്കോ ഒക്കെ വില 150 രൂപയായാൽ ആളുകൾ അത് മേടിക്കാൻ മടി കാണിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് പ്രൈസും ഡിമാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാറുന്നത്. അതുകൊണ്ട് എക്സാമിന് പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും റിലേഷൻഷിപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാൻ പറ്റും. പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഹാവ് ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ഡിമാൻഡ് ഫങ്ഷൻ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിൽ മാറ്റം വരുന്നത് വിലയിൽ മാറ്റം വരുമ്പോൾ മാത്രമാണോ? അല്ലല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാഷൻ സെൻസ് മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഡിമാൻഡിനെ മാറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഡിമാൻഡിനെയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിറ്റർമിനൻസിനെയും ഘടകങ്ങളെയും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷനാണ് ഡിമാൻഡ് ഫങ്ഷൻ. ഇതൊരു അൾജിബ്രിക് ഫോർമുലയാണ്. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ. ഇവിടെ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പി എക്സ് പി ആർ വൈ ടി ഇ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ കൊമോഡിറ്റി, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്. ഓക്കെ. പി എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ വില. പി ആർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മറ്റു അനുബന്ധ സാധനങ്ങളുടെ വില. റിലേറ്റഡ് ഗുഡ്സിൽ 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡും. പിന്നെ വൈ എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, മേടിക്കുന്ന ആളുടെ വരുമാനം. ടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഫാഷൻ ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറിൻ്റെ താല്പര്യങ്ങൾ.
ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് പ്രൈസ് ചേഞ്ച്, ഭാവിയിൽ വില കൂടുമോ എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിമാൻഡിനെ ബാധിക്കുന്ന ഡിറ്റർമിനൻസ് ആണ് എന്ന് ഓർത്തു വെക്കുക. അതായത് ഡിമാൻഡ് ആരൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇനി ഈ ചാപ്റ്ററിൽ പല കുട്ടികൾക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം. ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും ഒന്നാണോ? അല്ല, ഇത് രണ്ടും ഒന്നല്ല. ഒരു മാർക്കറ്റിലെ പല വിലകളിൽ ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്ന മൊത്തം റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു ഡിമാൻഡ് കർവ് ഒക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു പ്രത്യേക വിലയ്ക്ക്, ഉദാഹരണത്തിന് 50 രൂപയ്ക്ക് ആളുകൾ വാങ്ങാൻ റെഡി ആയിട്ടുള്ള കൃത്യമായ അളവിനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്പെസിഫൈഡ് പ്രൈസിന് എത്രത്തോളം ആളുകൾ മേടിക്കാൻ റെഡിയാണ്, അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വ്യത്യാസവും, അതായത് ഡിമാൻഡ് വേഴ്സസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതായത് എപ്പോഴാണ് ഒരു ഡിമാൻഡ് കർവിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിന് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. സാധനത്തിൻ്റെ വിലയിൽ അഥവാ പ്രൈസിൽ മാറ്റം വരുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ഒരു ഡിമാൻഡ് കർവിലൂടെ തന്നെയാണ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിനെയാണ് മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. ഇതിൽ എക്സ്പാൻഷനും അതുപോലെ തന്നെ കോൺട്രാക്ഷനും വരും. എന്നാൽ വില മാറാതെ നിൽക്കുകയും നമ്മൾ നേരത്തെ പഠിച്ച മറ്റ് ഘടകങ്ങൾ, അതർ ഫാക്ടേഴ്സ്, നമ്മൾ കുറേ ഡിറ്റർമിനൻസ് പഠിച്ചല്ലോ, അതിൽ വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ, അതായത് ഇൻകം, ഫാഷൻ എന്നിവയ്ക്കെല്ലാം മാറ്റം വരികയും ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് മൊത്തമായി പുതിയൊരു സ്ഥാനത്തേക്ക് മാറും. ഇതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്രീസും ഡിക്രീസും വരും. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഗ്രാഫ് എങ്ങനെ വരക്കാം, അതുപോലെ കൂടുതൽ എക്സ്പ്ലനേഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്യാം. ഒന്നാമത്തത്, ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ വാണ്ടും എബിലിറ്റിയും വില്ലിങ്നെസ്സും ഇവ മൂന്നും വേണം. രണ്ടാമത്തത്, ഡിമാൻഡ് എപ്പോഴും വിലയുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത്, ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. മൂന്നാമത്തേത്, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. പ്രൈസ് കൊണ്ട് മാറ്റമുണ്ടായാൽ അത് മൂവ്മെൻറ്റും, മറ്റ് ഘടകങ്ങൾ കൊണ്ട്, അതർ ഫാക്ടേഴ്സ് കൊണ്ട് മാറ്റമുണ്ടായാൽ അത് ഷിഫ്റ്റുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിമാൻഡിൻ്റെ ബേസിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ